നോമ്പാകുമ്പത്തിന് ഇതൊക്കെ ഒന്ന് തീർത്തില്ലെങ്കിൽ തമ്പുരാട്ടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് തീർത്താക്കി. ആരാണ് മുജീബ്? അറിയില്ല ആരാ നിനക്ക് അറിയില്ലേ? ബസ് ഡ്രൈവർ ആരാണ്ടി? ഇങ്ങോട്ട് നോക്കടി. ആരാ ബസ് ഡ്രൈവർ? ആരാ മുജീബ്? ആരാടി? എന്താ മുഖത്തൊരു പുച്ചോ? പറയാൻ മനസ്സിലാവില്ലേ? ഈ എന്ത് സംഭവം? എന്താ ഈ ആരെ വാക്ക് കേട്ടിട്ട് കിടന്നു? ആരെ വാക്ക് കേട്ടാലും വല്ല കേട്ടിലും വേണ്ട. ആരെ മുച്ചിപ്പിച്ച് ചെയ്യണ അവിടെ നിർത്തി പറയടി. ഇത്തരം നമുക്കൊന്നും പറയാനില്ലേ? ഈ വല്ലൊരു വാക്ക് കേട്ടിരുന്ന വല്ലോരെ വാക്ക് കേട്ട ഉള്ളതന്നെയല്ലേ? ഇല്ലാത്തല്ലോ പറയണേ. ഇല്ലാത്താണോ? അനക്കൊക്കെ അറിയല്ലേ? ആയിക്കൊക്കെ അറിയാം. പണി കിട്ടി പിന്നെ ചോദിക്കണ്ട. ചോദിക്കണ്ട. ചോദ്യം ചെയ്യാൻ വന്നിക്കണ. ചോദ്യം ചെയ്യാൻ കണ്ട ആൾക്കാര് അവിടെ ഇത് ചോദ്യം ചെയ്യാനേ ഉണ്ടാവുള്ളൂ. കഥമായി യാതൊരു എന്ത് കാര്യത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞാ എന്റെ മാപ്പിള വിളിച്ചു കൊണ്ടുവരാന്? ഈ ഇതല്ലതിനപ്പുറം കേക്കാൻ കെടുക്കണേ ഉള്ളൂ. അതെന്റെ തോന്നല് മാത്രാണ്. അന്റെ തോന്നല് മാത്രാണ്. ഈ ആരാ? ഇതിന്റെ താഴെയാണ്. ഇതിന്റെ തലയുടെ മുകളിലൊന്നല്ല. ആദ്യം എന്താ കേട്ട് അതറിഞ്ഞ് ചോദിച്ചു ഇതിന്റെ സത്യാവസ്ഥ നിറഞ്ഞോ? ഞാൻ സ്നേഹിക്കണ ആളാണ്. എന്തേ? അതിലും കൂളായിട്ടല്ലേ ആ കള്ളൂടിയന്റെ കൂടെ ഞാൻ അവിടെ 16 കൊല്ലം ജീവിച്ചത്? ഇതിലും കൂളായിട്ടല്ലേ? അന്ന് ഞങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ഇക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും വന്നിരുന്നാ? ആരെങ്കിലും വിളിച്ചറിയിച്ചിരുന്ന? നിങ്ങളോട് കൂടെ എത്ര ആൾക്കാർ വന്ന് പറഞ്ഞു? എത്ര ആൾക്കാർ വന്ന് പറഞ്ഞു? ഞാൻ പറയാം നന്നായുള്ളൂ. എന്നാ ഞാൻ കണ്ണി കണ്ടൊരു പറഞ്ഞിട്ട് കേട്ടതാ. ഈ ഓനെ ഇഷ്ടാണ്. ഇഷ്ടാണ് അത്ര തന്നെ. ഓൻ എന്നെ നോക്കൂ അത്ര തന്നെ. ഒന്നില്ലെങ്കിൽ നിങ്ങളാക്കി തന്ന ആളെക്കാളും ഇക്കൊന്നും അറിയില്ല. ഓനറിയാം. അതൊക്കെ എന്റെ തോന്നല് മാത്രാണ്. എന്നോട് പറഞ്ഞ ആൾക്കാര് പറഞ്ഞല്ലേ, എനിക്കറിയാം ഓനെ. അതെ, അവർക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഓരോ ബസ് സ്റ്റോപ്പിൽ ഓരോരോ പെണ്ണുങ്ങളാ. മനസ്സിലാവണ്ട എനിക്ക്? അവര് 14 ആൾക്കാർക്ക് നമ്പർ കൊടുക്കണ പോലെ തന്നെ എനക്കും തന്നുള്ളേ. അങ്ങോട്ട് വലിയൊരു കുളൂസാവാ നിക്കണ്. ഇന്നല്ലേ അന്ന് ഈ തറവാട്ടി പറ്റൂല. ഇതൊക്കെ പറ്റത്തത് പിന്നെ എന്താ തറവാട്ടി പറ്റുക? ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു പെരുന്നാൾക്ക് ഒരു ഡ്രസ്സും കൊണ്ട് വരും പെങ്ങളെ അടുത്തേക്ക്. സുഖല്ലേ നിൽക്കുമ്പോ ഞാൻ ചിരിച്ചു കാണിക്കും. ആന്ന് ഇല്ല എന്താ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ എപ്പോഴെങ്കിലും എല്ലാം എടിപൊടി വിളിക്കാൻ നിക്കണ്ടാ. അഞ്ചിന് താഴെ എന്നുള്ള മറക്കാൻ നിക്കണ്ട. എടിപൊടി എവിടേക്ക് എടിപൊടി വിളിക്കുന്നത്? താടി മീശി മറന്നോണ്ട് പെങ്ങള് പെങ്ങളിലാവില്ല. ഇത്രയും കാലം ചെയ്ത് നല്ല തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എനിക്ക് പറ്റുമെങ്കിൽ നടത്തുക. നാളെ 4-5 കൊല്ലായി ഞാൻ അതിന്റെ ഉള്ളിൽ ഇരിക്കൽ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? എളാപ്പാരില്ലേ, മൂത്താപ്പാരില്ലേ, അമ്മാമാരില്ലേ, ആങ്ങളല്ലേ, എന്തുണ്ടായി? ഇപ്പൊ ഞാനൊരാളെ കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് ആ ആൾക്കില്ലാത്ത കുറ്റങ്ങളില്ലല്ലേ? നിങ്ങൾ കൊണ്ടിരിക്കും കൊച്ചിത്തെ രാജകുമാരനെ. എന്റെ തൊഴിൽ സ്വഭാവം അങ്ങനൊക്കെ തന്നെയാണ്. ഇവിടുന്ന് ചിലക്കണെന്തിനാ? ഇപ്പൊ എന്താ വേണ്ട? എനിക്ക് എന്റെ പ്രശ്നം എന്താ? ഇക്ക് മറക്കാൻ പറ്റൂല. അവര് പറഞ്ഞ കേട്ടിട്ട് തലക്ക് പ്രാന്തടിക്ക് ഓരോരുത്തർ പറയണ കേട്ടിട്ട് ഈ കാര്യം മനസ്സിലായി. നമുക്ക് രണ്ടാൾക്ക് വാപ്പയും ഉമ്മില്ല, ആകെയുള്ള ഒരു കഥ. വലിയക്കത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള വിശേഷം ആലോചിച്ചോ. ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. മൂപ്പരാളെ ചെവിക്ക് എത്താണ്ടിരിക്കാതെ ആലോചിച്ചോ. ഇനിയും കൊല്ലും അന്നേയും കൊല്ലും. മനസ്സിലാക്കി സംസാരിച്ചു. പറയുള്ളൂ. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഓരോരുത്തർ പറഞ്ഞിട്ട് ചവിട്ടി വിടി പോയി നിന്ന് സംസാരിക്കണം ഒക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. അത്ര പ്രാന്തോട് ചെയ്യാൻ സംസാരിക്കാനോട് ഞാൻ എന്ത് വേണം ഈ പറഞ്ഞത്? അത് നടത്താൻ പറ്റില്ല. പറ്റൂല. ഒരു രക്ഷയില്ല. പറ്റൂല. അത്ര തന്നെ. നടക്കൂല. ഓനെ നടത്തൂല. ബസ് ഡ്രൈവർമാരെ നടത്തൂല. അവര് ഞങ്ങൾക്ക് അറിയാം അവരെന്താണ് എങ്ങനെയാന്നുള്ളത്. ഇവന് അങ്ങനല്ല പറയണ്.
ഇജ്ജ് എന്നാ ലോകം കാണാൻ തുടങ്ങിയേ? ഇജ്ജ് എന്നാ ലോകം കാണാൻ തുടങ്ങിയേ? ഇപ്പഴല്ലേ? അതിന് മുന്നേ കണ്ടവരാണ് ഞങ്ങളും. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഡ്രൈവർമാര്, അവര് കാട്ടിക്കൂട്ടണൊക്കെ ഞങ്ങൾക്കറിയാം. നടക്കൂല മോളെ, നിർത്തിക്കോ. അതിന് നല്ലതിനാണ് പറയുന്നത്. ചേട്ടൻ വിചാരിക്കണ്ട അവന്റെ പൊന്നു പോലെ നോക്കുന്നു. തേങ്ങ എന്റെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചോടി. അങ്ങനത്തെ ആൾക്കാരടി. എല്ലാരും ഞാൻ പറയണില്ല, പക്ഷെ ഓന്റെ സ്വഭാവത്തെ നന്നായിട്ട് അറിയാം. കണ്ടുപിടിച്ച് റോങ് എന്ന് പറഞ്ഞാൽ അത്രയും റോങ് പെർസെന്റേജ് കണ്ടുപിടിച്ച് പഠിച്ചവനെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ തല താഴ്ത്തിക്കല്. അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ അവന്റെ അടുത്ത് കൊരുന്നില്ല, ഉണ്ടാവില്ല. എങ്ങനെയാ വിശ്വസിക്കും? ഇവിടെ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഓർക്ക് അത് വിളിക്കലില്ല. വിളിക്കൂല. എന്നോടൊരു വാക്ക് പറഞ്ഞാ ഇതുവരെ മാറ്റിയിട്ടുണ്ടോ? പിന്നെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കുഞ്ഞോനെ വേണ്ട, അത്ര തന്നെ.